നമസ്കാരം ശ്രീല. നമസ്തേ. ഓം പ്രകാശ് നടത്തിയ ലഹരി പാർട്ടിയിൽ സിനിമാ രംഗത്തെ നടിയും നടനും ഒക്കെ പങ്കെടുത്തത് ഇപ്പോൾ ചർച്ചയായിരിക്കുകയാണ്. അപ്പോൾ പ്രയാഗ മാർട്ടിനെയും ശ്രീനാഥ് ഭാസിയെല്ലാം ചോദ്യം ചെയ്യലിന് ഉള്ള നടപടിയിലേക്ക് പോലീസ് നീങ്ങുകയുമാണ്. ഇത് ശരിക്കും മലയാള സിനിമാ മേഖലയിലെ ലഹരി ബന്ധത്തെക്കുറിച്ചാണോ നമ്മൾ ഇനി ഈ വിഷയത്തെ കൂട്ടിക്കെട്ടേണ്ടത്? സത്യത്തിൽ പ്രീത, ഈ വിഷയത്തിൽ ഗൗരവകരമായ ഒരു ചർച്ച നടന്നിട്ടില്ല. ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട പുറത്തു വാർത്തകൾ വരുമ്പോൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടേണ്ടതായ ഒരു വിഷയം മയക്കുമരുന്നിന്റെ ഈ തരത്തിലുള്ള ഉപയോഗത്തെ കുറിച്ചായിരുന്നു. അടുത്ത കാലത്തായി, അതായത് പുതുതലമുറ സിനിമാക്കാർക്കിടയിൽ ലഹരിയുടെ ഉപയോഗം കൂടുതലുണ്ട് എന്ന് വളരെ കൃത്യമായി തന്നെ പല തരത്തിലുള്ള സംഭവങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലായതാണ്. ചില നടന്മാരെ അടക്കം അറസ്റ്റ് ചെയ്യുന്നതിലേക്ക് അടക്കമുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ പോയിരുന്നു. ഷൈൻ ടോം ചാക്കോയുടെ ഒക്കെ കേസ് നമുക്ക് അറിയാവുന്ന കാര്യമാണ്. ഇത്തരത്തിലുള്ള നിരവധി വിഷയങ്ങൾ പല സിനിമാ നടന്മാരെയും ഇത് സംബന്ധിച്ച മയക്കുമരുന്നുമായി ബന്ധപ്പെട്ട മയക്കുമരുന്ന് ഉപയോഗിക്കുന്നുണ്ട് തരത്തിലുള്ള വാർത്തകൾ വന്നിരുന്നു. ഇപ്പോൾ നമ്മൾ ഹേമ കമ്മിറ്റി വിഷയവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ചർച്ചകൾ കാണുമ്പോൾ ആ ചർച്ചകളിൽ ഉണ്ടായിരുന്ന എന്താണ്, സ്ത്രീ വിഷയം മാത്രമാണ് ഇപ്പോൾ ചർച്ച ചെയ്തു പോയത്. ഇക്കളിപ്പെടുത്തുന്ന ചില കഥകൾക്കപ്പുറം സിനിമയിലെ യഥാർത്ഥ പ്രശ്നങ്ങളെ കുറിച്ച് ഒരു ഘട്ടത്തിലും ചർച്ച ചെയ്തില്ല എന്ന് നമ്മൾ പലവട്ടം പറഞ്ഞതാണ്. ആ പലവട്ടം പറഞ്ഞപ്പോഴും നമുക്കറിയാം പല കാര്യങ്ങളിൽ നിന്നും ഇതിൽ നിന്ന് വ്യക്തമായിരുന്നു. ലഹരി പാർട്ടിയെ കുറിച്ച് ഇപ്പോഴല്ല ആരോപണം ഉയരുന്നത്. ഒരു തമിഴിലെ ഒരു ഗായിക, കേരളത്തിലെ പ്രശസ്തനായ ഒരു സംവിധായകനും സംവിധായകന്റെ നടിയായ ഭാര്യയ്ക്കുമെതിരെ ആരോപണം ഉന്നയിച്ചിട്ട് ആ വിഷയത്തിൽ ഒരു അന്വേഷണം പോലും നടത്തിയിട്ടില്ല. വളരെ കൃത്യമായി അവർ പറയുന്നുണ്ടായിരുന്നു, ലഹരി പാർട്ടികൾ അടക്കം നടത്തുന്നുണ്ട്, പുതിയ തലമുറയിലെ നടിമാരടക്കമുള്ളവർക്ക് നടന്മാരടക്കമുള്ളവർക്ക് ഈ ലഹരികൾ നൽകുന്നുണ്ട് എന്നതിനെ സംബന്ധിച്ച് വ്യക്തമായ തെളിവുകൾ പല ഘട്ടങ്ങളിൽ പുറത്തു വന്നിട്ടും എന്തോ കേരളത്തിലെ പോലീസിനെ ഇത് സംബന്ധിച്ച വിഷയങ്ങളെ കുറിച്ച് ഒരു അന്വേഷണം നടത്താനോ അല്ലെങ്കിൽ ആ അന്വേഷണം ഫലപ്രാപ്തിയിൽ എത്തിക്കാനോ കഴിയുന്നില്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇവിടെ തന്നെ എന്താണ് സംഭവിച്ചത്? ഇപ്പോ കൊലക്കേസ് അടക്കമുള്ള കേസുകളിൽ പ്രതിയായ ഓം പ്രകാശ്, ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഓം പ്രകാശ്, ആ ഓം പ്രകാശ് ഒരു ലഹരിയുമായി ബന്ധപ്പെട്ട് ഒരു ലഹരി പാർട്ടി നടത്തി എന്ന ആരോപണ വിധേയനായി ഒരു പഞ്ചനക്ഷത്ര ഹോട്ടലിൽ നിന്ന് പിടിക്കപ്പെടുമ്പോൾ അയാൾക്ക് എങ്ങനെ ജാമ്യം ലഭിച്ചു? കാരണം അയാൾ ജാമ്യത്തിൽ നിൽക്കുന്ന പ്രതിയാണ്. ജാമ്യത്തിൽ നിൽക്കുന്ന പ്രതി മറ്റൊരു ക്രൈം കൂടി കമ്മിറ്റ് ചെയ്താൽ തീർച്ചയായും ആ ക്രൈം കൃത്യമായി അന്വേഷിച്ച് അതിന്റെ വിവരങ്ങൾ പോലീസ് കൈമാറുകയും പോലീസ് ശക്തിയുക്തം എതിർക്കുകയും ചെയ്താൽ തീർച്ചയായും ഓം പ്രകാശിനെ പോലെ ഒരാളെ കസ്റ്റഡിയിൽ കിട്ടാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. എവിടെയാണ് പോലീസിന് പിഴച്ചത്? ഇവിടെ നമുക്കറിയാം, നോക്കൂ, ഒരു റിമാൻഡ് റിപ്പോർട്ട് കൊടുത്തിരിക്കുന്നു. 20ഓളം ആൾക്കാരുടെ പേര് പറയുന്നു. അതിൽ പ്രധാനപ്പെട്ട ഒരു നടന്റെയും നടിയുടെയും പേര് പറയുന്നു. ഈ നടനെ സംബന്ധിച്ച് നമുക്ക് നേരത്തെ തന്നെ അറിവുള്ളതാണ്. നടിയെ സംബന്ധിച്ച് അടുത്ത കാലത്തെ അവരുടെ ഇടപാടുകൾ, അവരുടെ ഒരു നടപ്പ്, അവരുടെ രീതി, അവരുടെ വസ്ത്രധാരണ രീതി, അവരുടെ തലമുടിയുടെ രീതി, അങ്ങനെ പലവട്ടത്തിലും കിളിപോയ ഒരാളെ പോലെ അവർ പെരുമാറുന്നതൊക്കെ നമ്മൾ കണ്ടതാണ്. ഇത് കാണുമ്പോഴും ഇതൊക്കെ നമുക്ക് അന്ന് ചിലപ്പോൾ സംശയം തോന്നിയില്ല, ഇത് പുരോഗമനത്തിന്റെ വലിയ അങ്ങേയറ്റത്തെ തലക്കൽ നിൽക്കുന്ന പുരോഗമനമാണ് എന്നാണ് നമുക്ക് തോന്നിയത്. പക്ഷെ ഇപ്പോൾ പുറത്തു വരുന്ന വിവരം എന്താണ്? അവർ മയക്കുമരുന്ന് പാർട്ടിയിൽ, അവിടെ പാർട്ടി നടന്നു, പാർട്ടിയിൽ പങ്കെടുത്തു എന്നാണ് പറയുന്നത്. പാർട്ടി നടന്നത് നമുക്കറിയില്ല. 20 പേർ ഓം പ്രകാശിന്റെ മുറിയിലേക്ക് 20ഓളം പേർ അവിടെ വന്നു പോയിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഇവിടെ എനിക്ക് ചില സംശയങ്ങൾ. അതായത് ഈ മയക്കുമരുന്ന് കേസുമായി ബന്ധപ്പെട്ട് ഈ വിഷയം പുറത്തു വരുമ്പോൾ ഈ വിഷയത്തിൽ പ്രയാഗയുടെ, ഈ പറയപ്പെടുന്ന നടിയുടെ അച്ഛനും അമ്മയും പ്രയാഗയും ഒക്കെ വിശദീകരിച്ച ചില കാര്യങ്ങളുണ്ട്. ആ വിശദീകരിച്ച കാര്യങ്ങൾ വെച്ച് നമ്മളൊന്ന് പരിശോധിച്ചു നോക്കിയാൽ വേറെ ചില കാര്യങ്ങൾ കൂടി ഇതിന്റെ പിറകിലുണ്ടോ എന്ന് സംശയം തോന്നും. എങ്ങനെയാണ് പറയുന്നത്? പ്രയാഗ ഇന്നലെ പറഞ്ഞത് എന്താണ്? പ്രയാഗ പറയുന്നത്, പ്രയാഗ രാത്രി വീട്ടിൽ നിന്ന് ഏതാണ്ട് 4 മണിയോടുകൂടി 8 മണിയുടെ ട്രെയിനിന് പോകാൻ വേണ്ടി, അതായത് ജനശതാബ്ദിക്ക് പോകാൻ വേണ്ടി 4 മണിയോടുകൂടി വീട്ടിൽ നിന്ന് ഇറങ്ങി ഹോട്ടലിലെത്തി. ഹോട്ടലിൽ 2 മണിക്കൂർ സമയം ചെലവഴിച്ചു. മുറി കണ്ടു. ആ മുറി തുറക്കുമ്പോൾ അവിടെ ഒരു കൊച്ചു കുട്ടി കിടപ്പുണ്ട്. ആ കുട്ടിയോടൊപ്പം കയറി കിടന്ന് 2 മണിക്കൂർ അങ്ങ് ഉറങ്ങി. അപ്പോ അതിനുശേഷം താൻ അവിടെ നിന്നും 8 മണിയുടെ ട്രെയിനിന് പോയി എന്നാണ്. ഈ അടുത്ത കാലത്തായി ഈ പറയപ്പെടുന്ന നടിക്കും ഈ പറയപ്പെടുന്ന നടനും ശ്രീനാഥ് ഭാസിക്കും പ്രയാഗ മാർട്ടിനും വലിയ സിനിമകളില്ല. 2006 മറ്റോ ആണെന്ന് തോന്നുന്നു ഈ പ്രയാഗ മാർട്ടിൻ ഈ ഫിലിം ഇൻഡസ്ട്രിയിലേക്ക് തന്നെ വരുന്നത്. അന്ന് മുതൽ ഇന്ന് വരെ പ്രയാഗ മാർട്ടിൻ ആകെ 20 ചിത്രങ്ങളിൽ മാത്രം, അതിൽ നായികാ വേഷങ്ങളൊന്നുമല്ല, 20 ചിത്രങ്ങളിൽ മാത്രമാണ് അപ്രധാനമായതും പ്രധാനമായതുമായ വേഷങ്ങൾ അഭിനയിച്ചിട്ടുള്ളത്. 20 ചിത്രങ്ങളിലാണ്. ചില സ്റ്റേജ് ഷോകളിൽ ഗസ്റ്റായി, ഇപ്പൊ എനിക്ക് തോന്നുന്ന ഐഡിയ സ്റ്റാർ സിംഗർ പോലുള്ള പരിപാടിയിലൊക്കെ എങ്ങനെ ഗസ്റ്റായി പങ്കെടുത്താൽ വലിയ പണം കിട്ടുമോ എന്ന് അറിയില്ല. പോപ്പുലാരിറ്റിക്ക് വേണ്ടിയൊക്കെ ഇവർ പങ്കെടുക്കുന്നതാണ്. ചില സിനിമയുടെ പ്രൊമോഷനോ പോപ്പുലാരിറ്റിയോ അങ്ങനെയൊക്കെ പങ്കെടുക്കുന്നതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനി അഥവാ പണം കിട്ടിയാലും അതിന് മാത്രം പണം കിട്ടാനൊന്നുമില്ല. പക്ഷെ കഴിഞ്ഞ ഇത്രയും വർഷം ഇവർ എങ്ങനെ ആഡംബര ജീവിതം നയിക്കുന്നതിനെ സംബന്ധിച്ച് ഒരു അന്വേഷണം നടത്തേണ്ടതല്ലേ?
അതുപോലെ തന്നെയാണ് ശ്രീനാഥ് ഭാസി. അടുത്ത കുറെ കാലം, എനിക്ക് തോന്നുന്നു 1.5 വർഷത്തിനിടയിൽ ശ്രീനാഥ് ഭാസിയുടേതായ ഒരു സിനിമയും പുറത്തു വന്നിട്ടില്ല. ശ്രീനാഥ് ഭാസിയെ ഒരു മാധ്യമപ്രവർത്തകയുമായി ബന്ധപ്പെട്ട് മോശം പരാമർശം നടത്തിയതടക്കമുള്ള വിഷയങ്ങൾ, മയക്കുമരുന്ന് അടക്കമുള്ളവ സിനിമാ സെറ്റുകൾ സ്ഥിരമായി വരുന്നില്ല. അങ്ങനെ പല വിഷയങ്ങൾ കൊണ്ടും അയാൾ വേറേതോ ലോകത്താണെന്നാണ് പറയപ്പെടുന്നത്. അത്തരത്തിലുള്ള ചില കാര്യങ്ങൾ കൊണ്ട് സിനിമയിൽ നിന്നുള്ള അവസരം തന്നെ നഷ്ടപ്പെട്ടിരിക്കുന്ന ആളാണ്. ഇവർ രണ്ടുപേരും കേവലം ഒരു മയക്കുമരുന്ന് ഉപയോഗത്തിന് വേണ്ടി മാത്രമാണ്, അല്ലെങ്കിൽ കുറച്ച് മയക്കുമരുന്ന് അവിടെ നിന്ന് കിട്ടും, ഒരു പാർട്ടിയിൽ പങ്കെടുക്കുക അല്ലെങ്കിൽ അത്തരത്തിലൊരു ഉപയോഗത്തിന് വേണ്ടി മാത്രമാണ് ഈ ഹോട്ടലിലേക്ക് അവിടെ എത്തിച്ചേർന്നതെന്ന് എനിക്ക് ചിന്തിക്കാൻ കഴിയില്ല. എന്റെ ഒരു സംശയം വളരെ കൃത്യമായി എനിക്ക് തോന്നുന്നത്, അവിടേക്ക് എത്തിച്ചേർന്ന് ഇവരാണോ മയക്കുമരുന്നിന്റെ വാഹകരായി പ്രവർത്തിക്കുന്നത്, മയക്കുമരുന്നിന്റെ കാരിയർമാരായി ഇവർ പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് സംശയമുണ്ട്. ഇവിടെ നോക്കൂ, പ്രയാഗ മറ്റൊരു കോഴിക്കോടേക്ക് പോകണമെങ്കിൽ മറ്റു പല മാർഗങ്ങളും ഉപയോഗിക്കാം. സാധാരണഗതിയിൽ സിനിമാ താരങ്ങൾ ഒന്നുകിൽ ഫ്ലൈറ്റിനോ അല്ലെങ്കിൽ കാറിനോ ഒക്കെയാണ് കോഴിക്കോട് വരെയൊക്കെ പോവുക. ഇവിടെ പ്രയാഗ മാർട്ടിൻ ട്രെയിനിലാണ് സഞ്ചരിച്ചത് എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അതും വീട്ടിൽ നിന്നിറങ്ങി ഓംപ്രകാശ് സ്റ്റേ ചെയ്യുന്ന ഓംപ്രകാശ് അവിടേക്ക് ഒരാൾ കൂട്ടിക്കൊണ്ടു വന്നു എന്ന് പറയുന്നു. എന്റെ സുഹൃത്താണ് കൂട്ടിക്കൊണ്ടു വന്നതെന്ന് പറയുന്നു. ആ സുഹൃത്തിന്റെ സുഹൃത്ത് ആരാണെന്ന് അറിയേണ്ട കാര്യമില്ല എന്നാണ് പറയുന്നത്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, പ്രീത എന്നെ വിളിക്കുന്നു, നമുക്കൊരാളെ കാണാൻ പോകാമെന്ന് പറയുന്നു. ആ ഒരാൾ കാണാൻ പോകുമ്പോൾ ഒന്നുമില്ലെങ്കിൽ പേരെങ്കിലും പറഞ്ഞിരിക്കില്ലേ, ഇയാൾക്ക് എന്താണ് ജോലി എന്നെങ്കിലും പറഞ്ഞിരിക്കില്ലേ? പിന്നെ പ്രയാഗ മഠത്തിന്റെ അച്ഛന്റെ ഒരു വിശദീകരണം, ആൾക്കൂട്ടത്തിനിടയിൽ ഒരാളെ എങ്ങനെയാണ് തിരിച്ചറിയുക? 20 പേർ അവിടെ വന്നു പോയി എന്ന് പറയുന്നു. ഒരു ഹോട്ടലാണ്, ഹോട്ടലിൽ ആൾക്കൂട്ടമുണ്ടോ? 3 മുറി അവർ ബുക്ക് ചെയ്തിട്ടുണ്ട്. 1.5 ലക്ഷം രൂപ കൊടുത്താണ് 3 മുറി മറ്റൊരാളുടെ പേരിൽ ബുക്ക് ചെയ്തേക്കുന്നത്. ഓംപ്രകാശിന്റേതായി ബന്ധപ്പെട്ട്, ഓംപ്രകാശിന്റെ പേരിലല്ല, ചലപതി എന്ന് പറയുന്ന ഒരാളുടെ പേരിലാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോ വളരെ കൃത്യമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, 1.5 ലക്ഷം രൂപ കൊടുത്ത് കേവലം ഒരു പാർട്ടിക്ക് വേണ്ടി മാത്രം അവിടെ 3 മുറി എടുത്തു എന്ന് നമുക്ക് വിശ്വസിക്കാൻ കഴിയില്ല. അവിടെ പാർട്ടി നടന്നിട്ടുണ്ടെങ്കിൽ കണ്ടെത്തേണ്ടത് പോലീസാണ്. യഥാർത്ഥത്തിൽ എന്റെ ഒരു സംശയത്തിൽ, ഇതെന്റെ സംശയമാണ്, പക്ഷെ കാര്യങ്ങളും സാഹചര്യങ്ങളും ഒത്തുവരുമ്പോൾ അത് ഏറെക്കുറെ ശരിയാണോ എന്ന പോലത്തെ സംശയം നമുക്ക് സ്വാഭാവികമായി ഉണ്ടാകാം. കാരണം ഇത്തരം ഒരു ഹോട്ടലിലേക്ക് ഈ നടനും നടിയും എത്തിച്ചേരേണ്ട ആവശ്യമില്ല. ഇപ്പൊ കൊക്കൈനോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള, എനിക്ക് എന്നത്തിന്റെ പേരറിയില്ല, അതുകൊണ്ട് ഈ മയക്കുമരുന്നിന്റെ കൊക്കൈനെ കേട്ടു പരിചയം മാത്രമല്ലേ ഉള്ളൂ, നമുക്ക് അറിയില്ല. ഇങ്ങനത്തെ MDMA, കൊക്കൈൻ പോലുള്ള മയക്കുമരുന്നുകളൊക്കെ ഉപയോഗിക്കണമെങ്കിൽ ഇവർക്കൊക്കെ ചെറിയൊരളവിൽ വാങ്ങാനോ അല്ലെങ്കിൽ ഇവർക്ക് ഉപയോഗിക്കാനാണെങ്കിൽ അവർക്ക് അത് കിട്ടേണ്ട സാഹചര്യങ്ങൾ കരിയർമാർ വീട്ടിലെത്തിച്ചു കൊടുക്കുക. അല്ലെങ്കിൽ ഇവിടെ എന്താണ് സംഭവിച്ചിരിക്കുന്നത്? ഇവിടെ എന്തിനാണ് ഇവർ രണ്ടുപേരും ഹോട്ടലിലേക്ക് പോയത്? സിനിമാ സെറ്റുകളിലും മറ്റുള്ള സ്ഥലങ്ങളിലും ലഹരി എത്തിക്കുകയോ, അല്ലെങ്കിൽ ഇപ്പോൾ വലിയ റിസ്ക് ഉള്ള കാര്യമാണ് ലഹരി എത്തിക്കുക എന്നുള്ളത്. പ്രത്യേകിച്ച് ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട വലിയ വിഷയത്തിൽ നിൽക്കുന്ന ഒരു സമയത്ത് പല സിനിമാ സെറ്റുകളിലും സിനിമയുടെ തന്നെ ഷൂട്ടിങ്ങുകൾ പലയിടത്തും മുടങ്ങിപ്പോയിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നേരത്തെയൊക്കെ കാരണം കള്ളപ്പണവും മയക്കുമരുന്നും അടക്കമുള്ള വിഷയങ്ങൾ കൂടുതൽ ആലോചനകളിലേക്കോ അല്ലെങ്കിൽ കൂടുതൽ അന്വേഷണങ്ങളിലേക്കോ ഒക്കെ പോയാൽ ഇത്തരത്തിലുള്ള വിഷയങ്ങൾ പുറത്തു വരുമെന്നുള്ളത് കൊണ്ട് 40, 30, 20 സിനിമ ഒരേ സമയം ഷൂട്ട് ചെയ്തിരുന്ന സ്ഥലത്ത് 4-5 സിനിമകൾ മാത്രമേ നിലവിൽ ഷൂട്ട് ചെയ്യുന്നുള്ളൂ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെയുള്ള സാഹചര്യത്തിൽ വളരെ കൃത്യമായി തന്നെ മറ്റൊരാൾ ഈ സിനിമാ താരങ്ങളെയൊക്കെ കൊണ്ട് അല്ലെങ്കിൽ ഇത്തരക്കാരെ കൊണ്ട് ഈ മയക്കുമരുന്ന് കടത്തിയതുകൊണ്ടുള്ള ഗുണങ്ങളുണ്ട്. കാരണം പെട്ടെന്ന് പിടിക്കപ്പെടില്ല, അവരുടെ താരപരിവേഷവും മറ്റുള്ള കാര്യങ്ങളും കൊണ്ട് പെട്ടെന്ന് പിടിക്കപ്പെടില്ല. ഒരു നേരത്തെ ഉണ്ടായിരുന്ന മരിച്ചുപോയ ഒരു ഇൻസ്ട്രുമെന്റ് കൈകാര്യം ചെയ്യുന്ന ഒരാളെ പറ്റി, അത്തരത്തിൽ മരിച്ചുപോയ ഒരാളാണ്. അദ്ദേഹത്തെ പറ്റി അദ്ദേഹം ഒരു ഘട്ടത്തിൽ അദ്ദേഹത്തിന്റെ മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സ് ലൂടെ ഇത്തരത്തിലുള്ള കടത്ത് നടത്തുന്നുണ്ട്, സ്വർണ്ണക്കടത്ത് നടത്തുന്നുണ്ട് എന്ന തരത്തിൽ അദ്ദേഹമല്ല കടത്തിയത്. അദ്ദേഹം അറിഞ്ഞ സമയത്താണ് അദ്ദേഹം ഇനി താൻ ഈ കച്ചേരി നടത്താനില്ല എന്ന് പ്രഖ്യാപിക്കുകയും താൻ സംഗീത രംഗത്ത് നിന്ന് പോകുന്നു എന്ന് പ്രഖ്യാപിക്കുകയൊക്കെ ചെയ്ത് പിന്നീട് അദ്ദേഹം മരണപ്പെടുകയും ആ മരണവുമായി ബന്ധപ്പെട്ട ദുരൂഹതകൾ ബാക്കി നിൽക്കുകയും, അദ്ദേഹം സത്യത്തിൽ അത് അറിഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ. അദ്ദേഹമല്ല, അദ്ദേഹത്തിന്റെ കൂടെ വന്നവരാണ്. കാരണം ഈ ഗ്രീൻ ചാനൽ വഴിയും മറ്റുള്ള സ്ഥലങ്ങൾ വഴിയും ഒക്കെ ഇവർക്ക് ഇത്തരത്തിൽ ഈ ആർട്ടിസ്റ്റുകൾക്ക് ഇത്തരത്തിലുള്ള വലിയ സൗകര്യങ്ങളുണ്ട്. ഇതൊക്കെ കടത്താനൊക്കെ എളുപ്പമാണ്. പെട്ടെന്നൊരു ചെക്കിങ്ങോ ഒന്നും വരില്ല. അവരുടെ താരപരിവേഷവും ഒക്കെ കൊണ്ട് ആർട്ടിസ്റ്റുകളെ സംബന്ധിച്ചും രാഷ്ട്രീയക്കാരെ സംബന്ധിച്ചും ഒക്കെ ഏറ്റവും എളുപ്പമാണ് ഇത് കടത്താൻ. സാധാരണ ഒരാൾ കൊണ്ടുപോകുന്നതിലും എളുപ്പം കടത്താൻ കഴിയും. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇവരുടെ ആഡംബര ജീവിതത്തിന്റെ പിറകിൽ ആരാണ്, ആഡംബര ജീവിതത്തിന് പണം കണ്ടെത്തുന്നത് എവിടെയാണ്. കഴിഞ്ഞ കുറെ നാളുകളായി ബ്രേക്ക് എടുത്തിരിക്കുകയാണെന്ന് ആ നടി തന്നെ പറയുന്നു. ബ്രേക്ക് അല്ല, ഇനി ബ്രേക്ക് എടുത്തില്ലെങ്കിലും അവർ അഭിനയിക്കുന്ന സിനിമകൾക്ക് അവർക്ക് എത്ര പ്രതിഫലം കിട്ടാനാണ്? യഥാർത്ഥത്തിൽ വലിയ കോടിക്കണക്കിന് രൂപ മഞ്ജു വാര്യർക്കോ അല്ലെങ്കിൽ മറ്റൊരു പാർവതിക്കോ അല്ലെങ്കിൽ പുറത്തേക്ക് പോയി തമിഴിലൊക്കെ അഭിനയിക്കുന്ന ഏതെങ്കിലും നടിമാർക്ക് കിട്ടുന്നത് പോലുള്ള ഒരു വലിയ പൈസ ഇവർക്ക് കിട്ടാനുള്ള സാധ്യതയില്ല. പിന്നെ ഉള്ളത് സ്റ്റേജ് ഷോകളാണ്. കൂടുതൽ സ്റ്റേജ് ഷോകളിലും പങ്കെടുത്തിട്ടുള്ള ആളുമല്ല ഇവർ അവിടേക്ക് എത്തിച്ചേർന്ന സാഹചര്യം. അതുപോലെ തന്നെ സിനിമയില്ലാത്ത ഇപ്പോഴത്തെ നടനായ ഈ ശ്രീനാഥ് ഭാസി കഴിഞ്ഞ കുറെ നാളുകൾ അഭിനയിക്കുന്നേയില്ല, ഇവരും അഭിനയിക്കുന്നില്ല. ഇവർ രണ്ടുപേരും എന്തിനാണ് ഹോട്ടലിലേക്ക് പോയത് എന്നതിനെ സംബന്ധിച്ച് ഗൗരവകരമായ അന്വേഷണം കേരള പോലീസ് നടത്തണം. എനിക്ക് തോന്നുന്നില്ല കേരള പോലീസ് ഒരു ഗൗരവകരമായ അന്വേഷണം ഇക്കാര്യത്തിൽ നടത്തും എന്ന് എനിക്കൊരു ധാരണയില്ല. ഇത് കാരണം എന്താണെന്ന് വെച്ചാൽ അങ്ങനെ ഒരു ഗൗരവകരമായ അന്വേഷണം കൃത്യമായി നടത്തിയിട്ടുണ്ടെങ്കിൽ ഈ ഓം പ്രകാശിന് ജാമ്യം കിട്ടാനുള്ള യാതൊരു സാധ്യതയുമില്ല. കാരണം
കള്ളക്കേസ് അടക്കമുള്ള കേസുകളിൽ പ്രതിയായി ജാമ്യത്തിലുള്ള ഓം പ്രകാശ് വീണ്ടും ഒരു ക്രൈം കമ്മിറ്റ് ചെയ്യുകയാണ്. ഒരു ക്രൈമിൽ ജാമ്യത്തിൽ നിൽക്കുന്ന ഒരാൾ വീണ്ടും ഒരു ക്രൈം കമ്മിറ്റ് ചെയ്താൽ അത് കോടതിയെ യഥാസമയം അറിയിക്കാൻ സാധിച്ചാൽ, അത് പ്രൂവ് ചെയ്യാൻ സാധിച്ചാൽ തീർച്ചയായും കസ്റ്റഡിയിൽ കിട്ടേണ്ട സാഹചര്യം തന്നെയുണ്ട്. ഇവിടെ കസ്റ്റഡിയിൽ പോലും കിട്ടാത്ത രീതിയിൽ ഉടൻ തന്നെ ജാമ്യം കിട്ടിപ്പോകുമ്പോൾ അയാൾക്ക് ഏത് തെളിവ് നശിപ്പിക്കാനുള്ള സാധ്യതയില്ലേ? പ്രത്യേകിച്ച് മയക്കുമരുന്ന് സംഘങ്ങൾ എന്നൊക്കെ പറഞ്ഞ ആർക്കും പറയാൻ പേടിയാണെന്നേ. കേരളത്തിലെ സ്കൂളുകളിലടക്കം വളരെ ഗുരുതരമായ വിഷയം, വളരെ ഏറ്റവും ഗുരുതരമായ വിഷയം ചർച്ച ചെയ്യപ്പെടേണ്ട കേരളത്തിലെ സ്ത്രീ പീഡനമോ അല്ലെങ്കിൽ മറ്റുള്ള വിഷയമോ മാത്രം ചർച്ച ചെയ്തുകൊണ്ട് കാര്യമില്ല. കേരളത്തിലെ ഏറ്റവും ഗൗരവകരമായി ചർച്ച ചെയ്യേണ്ട വിഷയം ഈ മയക്കുമരുന്ന് സംബന്ധിച്ച് തന്നെയാണ്. തിരുവനന്തപുരത്ത് പെൺകുട്ടികൾ പഠിക്കുന്ന ഒരു സ്കൂളിൽ, കോട്ടൺ ഹിൽ, ഏഷ്യയിലെ ഏറ്റവും വലിയ സ്കൂളാണ്. ആ സ്കൂളുമായി ബന്ധപ്പെട്ട 5ാം ക്ലാസ്സിലും 6ാം ക്ലാസ്സിലും പഠിക്കുന്ന കുട്ടികളെ അടക്കം മയക്കുമരുന്നുമായി ബന്ധപ്പെട്ട അത്തരത്തിലുള്ള കാര്യങ്ങളുണ്ട് എന്ന തരത്തിൽ അവരുടെ മാതാപിതാക്കളടക്കം തങ്ങളുടെ കുട്ടികളെ മയക്കുമരുന്ന് അടിമകളാക്കാൻ ശ്രമിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് കഴിഞ്ഞ 1 വർഷത്തിന് മുമ്പ് വലിയ തരത്തിലുള്ള പ്രശ്നം ആ സ്കൂളിൽ ഉണ്ടാവുകയും ആ സ്കൂളിലെ പ്രിൻസിപ്പൽ അടക്കമുള്ളവർ പ്രതിരോധത്തിന്റെ നിഴലിലാവുകയും ചെയ്ത സാഹചര്യമുണ്ട്. എന്തുകൊണ്ടാണ് ഈ മയക്കുമരുന്ന് ഇതിനെ സംബന്ധിച്ച് കൃത്യമായ ഒരു അന്വേഷണം നടത്താത്തത്? അത് വലിയ പണം ഉണ്ടാക്കുന്നത്. പണ്ട് കാലത്ത് നമുക്കറിയാം പഞ്ചാബിലായിരുന്നു ഇത് ഉണ്ടായിരുന്നത്. പഞ്ചാബിലെ യുവത്വം മുഴുവൻ ഇങ്ങനെയായിരുന്നു. ഇപ്പൊ അതേ അവസ്ഥയിലേക്ക് കേരളത്തിലെ കുട്ടികൾ മാറിയിരിക്കുന്നു. കേരളത്തിലെ കുട്ടികളുടെ ഈ സിനിമയിലേക്ക് വരുന്ന പെൺകുട്ടികൾ പലരും മയക്കുമരുന്ന് അടിമകളായിട്ടുള്ള പല പെൺകുട്ടികളും പിന്നീട് ശരിയാണ്. അതായത് ഈ മയക്കുമരുന്ന് അന്വേഷണങ്ങളെല്ലാം പിടിക്കപ്പെടുമ്പോൾ ആ ഏറ്റവും അറ്റത്തെ കണ്ണികളിൽ മാത്രം ഒതുങ്ങാതെ ഇനിയെങ്കിലും അന്വേഷണങ്ങൾ ഇതിന്റെ തലപ്പത്തുള്ളവരിലേക്ക് എത്തട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം. വളരെ നന്ദി ശ്രീല.